അങ്ങനെ നമ്മളിവിടുന്ന് യാത്ര ആയിരിക്കുകയാണ്. ഒരായി പറഞ്ഞോ. ഓക്കെ. എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഫാമിലി എല്ലാവരും ചേർന്നൊരു യാത്ര പോകണമെന്ന്. അതിനുവേണ്ടി എല്ലാവരും പ്ലാനൊക്കെ ചെയ്തു. പ്ലാനിങ് ഒക്കെ വലുതായിരുന്നു. ഒരുപാട് പേരെല്ലാവരും ഉണ്ടായിരുന്നു പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ. പിന്നെ അവസാനം വരെയപ്പോൾ ഓരോരുത്തരോരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി. പിന്നെ അവസാനം ഒരു 8 പേരായി. അവസാനം പോകണമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ യാത്ര തുടങ്ങി. നേരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പാലക്കാട് നിന്ന് മൂന്നാറിലോട്ടാണ്. മൂന്നാർ ചൂസ് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. ആർക്കും പിന്നെ എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ ഒരു യാത്ര ഒരു വ്ളോഗ് ആക്കിയാലോ എന്ന്. അപ്പോൾ അങ്ങനെ അതൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തു തുടങ്ങിയതാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞങ്ങളിപ്പോൾ വടക്കഞ്ചേരി കഴിഞ്ഞു. നന്നായി വൈകിട്ടുണ്ട്. നേരത്തെ ഇറങ്ങണം എന്നൊക്കെ കരുതി 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നൊക്കെ കരുതി കഴിഞ്ഞിട്ട് 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ആലത്തൂർ വന്നിട്ടാണ് അജയേട്ടനെയും മേമനെയും ചെറിയച്ഛനും പിക്ക് ചെയ്തത്. അവർ കറക്റ്റ് സമയത്തിന് എത്തി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് വൈകിയത്. പിന്നെ നമ്മൾ പോകുന്ന റൂട്ടിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ ഇന്നലെ വരെ പ്ലാൻ ചെയ്തത് പൊള്ളാച്ചി വഴി മൂന്നാർ പോകാമെന്നായിരുന്നു. പിന്നെ രാവിലെയാണ് നമ്മൾ പ്ലാൻ മാറ്റിയത് എറണാകുളം വഴി പോകാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എറണാകുളം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുതിരാൻ എത്തിയിട്ടുണ്ട്. പിന്നെ കുതിരാനെക്കുറിച്ച് പിന്നെ പറയണ്ടല്ലോ ഒരുപാട്, എല്ലാവർക്കും പിന്നെ അറിയാലോ. ഇപ്പോൾ കുതിരാൻ ടണലെത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ പുറത്ത് വരുമ്പോൾ ഒരു വ്യൂ ഉണ്ട്. അത് നിങ്ങൾ പറയാൻ അത് നിങ്ങൾ കണ്ടെന്നെ അറിയാം. അത് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ യാത്ര പുതുക്കാട് എത്തിയിട്ടുണ്ട്. പുതുക്കാട് എത്തിയപ്പോൾ എല്ലാവർക്കും നന്നായി വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയുടെ അടുത്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുത്തിരുന്നു അപ്പോൾ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് കഴിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മൾ പുതുക്കാട് ഒരു ദേവീക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിർത്തി. അതിനുശേഷം അപ്പോൾ ഇവിടെ കുറേ സാമന്മാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര ആരംഭിക്കാൻ പോവുകയാണ് തിരിച്ച്. ഉണ്ടല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോണ വഴിയിൽ കാണാം. മറ്റു വിശേഷങ്ങൾ പറയാം. കാലടി വരെ നമുക്ക് വലിയ രീതിയിലുള്ള തിരക്കും ബ്ലോക്കൊന്നും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് എത്തി. നമ്മൾ ഈ അങ്കമാലിയിലോട്ട് കയറിയതുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു 1.5-2 കിലോമീറ്റർ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിള് പറഞ്ഞിരുന്നു നമ്മൾ ആ വഴി പോവുകയാണെങ്കിൽ ഇത്രത്തോളം ബ്ലോക്ക് ഉണ്ടാകില്ല എന്ന്. നമ്മൾ പെട്ടെന്നാണല്ലോ പിന്നെ റൂട്ട് അങ്ങോട്ട് മാറ്റിയത്. രാവിലെ വരെ അങ്കിളിനോട് പറഞ്ഞത് നമുക്ക് ആ വഴി പോകാൻ തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്നാണ് നമുക്ക് ഈ വഴി പോകാമെന്നുള്ള രീതിയിൽ മാറ്റിയത്. ഇപ്പോൾ ആദ്യത്തെ പ്ലാൻ ഇപ്പോഴും ബെസ്റ്റായിരുന്നു. എന്തായാലും നമ്മുടെ യാത്രയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ എല്ലാം നടന്നോ? അടക്കങ്ങട്ട് നമുക്ക് അവസാനം പിന്നെ നോക്കാം. വെള്ളച്ചാട്ടം കാണാൻ പോകും. അവിടെ പോയി ആരും ഫോട്ടോ ഒക്കെ എടുത്തു. വെള്ളം അവിടെ തന്നെ ഉണ്ടല്ലോ. അത് പറഞ്ഞിട്ട് നമ്മൾ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളങ്ങനെ ചീപ്പാറ വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിയിലൊക്കെ കുഞ്ഞു കുഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഭാഗ്യത്തിന് ഇവിടെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും ഇല്ല, എത്രയും പെട്ടെന്ന് നമുക്ക് പോകാൻ നോക്കാം. ഒരുപാട് സ്ഥലം കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഓണം സീസൺ അറിയാമല്ലോ, പരമാവധി ആളുകൾ എല്ലാവരും ഉണ്ട്. നിന്നോ നമ്മളങ്ങനെ അവസാനം കല്ലാർ എത്തിയിട്ടുണ്ട്. അടിമാലിയെല്ലാം കയറി കല്ലാർ എത്തിയിട്ടുണ്ട്. കല്ലാർ എത്തിയപ്പോഴാണ് ഒരു അതിശയം കാണിച്ചില്ല എല്ലാവർക്കും. കടല ഒരു ചെറുതല്ല, കുറച്ച് വലുത് തന്നെയാണ്. പക്ഷെ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മഴ ഈ ഒരു മാസം വരെ ഇവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കല്ലാർ വാട്ടർഫോൾസിൽ ഇത്തിരി വെള്ളം കുറവാണ്. എന്നാലും ഇതെല്ലാവരും വന്ന് കണ്ട് അത് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം പോയി. ശേഷം ഞാൻ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇനി നമ്മൾ നേരെ മൂന്നാറിലോട്ടാണ് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ മൂന്നാർ എത്തണ മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു സ്പോട്ട് കണ്ടപ്പോൾ പിന്നെ അവിടെ നിർത്തി ഒരു ചെറിയ വ്യൂ ആണ് കണ്ടപ്പോൾ, ഭംഗി കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയെന്ന് കണ്ടിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കാണിച്ചു തരാം. അടിയൊരു വ്യൂ അല്ലേ. ഞങ്ങളിപ്പോൾ രണ്ടാം മൈൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഒരു ചെറിയൊരു വ്യൂ കണ്ടപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് എല്ലാവരും ഒന്ന് കാണിക്കുക, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്ന കരുതി നിർത്തിയതാണ്. പിന്നെ വരുന്ന വഴി തന്നെ നമ്മൾ അടിമാലി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ നിന്ന് ഇടയിൽ നിന്ന് അവിടെ നിന്ന് കഴിച്ചിട്ട് ഇപ്പോൾ പിന്നെ മൂന്നാർ എത്താറായി. നമ്മൾ മൂന്നാറിലെല്ലാം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലാണ്. നമ്മൾ അവിടെ രണ്ടുപേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ശരവണ്ണ അൻറ്റു. അവരാണ് നമുക്കുള്ള റൂംസും അതിനുള്ള അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മുമ്പ് അൻറ്റു വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നാർ എത്തുന്നേ ഉള്ളൂ എന്ന് അവനോട് പറഞ്ഞത്. പിന്നെ മൂന്നാറിലോട്ട് നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു മൂന്നാർ കാണാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. വീണ്ടും എല്ലാവരും കാണാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻ്റാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മളങ്ങനെ മൂന്നാർ കഴിഞ്ഞത് നമ്മളിവിടെ 2 സ്പോട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു. ഒന്ന് നമ്മൾ റോസ് ഗാർഡനും അതേപോലെ തന്നെ നമ്മുടെ എലിഫൻറ്റ് പാർക്കും. പിന്നെ രണ്ടവിടെയും ചെറിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. നമുക്കിവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസും കിട്ടിയില്ല. പിന്നെ നേരെ നമ്മൾ ഫോട്ടോ പോയിൻ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ പോയി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ നേരെ ഡാമിലോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. എല്ലാവരും കണ്ടോളൂ. നേരത്തെ ഇവിടെ സ്പീഡ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ ഇവിടെ മറ്റേ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബോട്ടിംഗ് സ്പീഡ് ബോട്ട് ഉണ്ട് അല്ലേ. ഹലോ ഗായ്സ്, ഞാൻ 2 സ്ഥലം കൂടി അതും കൂടി കയറി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് ഞാൻ ചായ മേടിച്ച് തരാം. അവർക്ക് ഹലോ, എവിടെയാണ്? അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് നേരെ നമുക്ക് കുണ്ടല ഡാമിലോട്ട് പോകാം. നമ്മൾ ഇവിടെ ബോട്ടിങ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് സ്പീഡ് ബോട്ടിംഗ് ഉണ്ട് ഞാൻ പറഞ്ഞത്. എന്തായാലും കുറച്ച് വ്യൂ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുണ്ടല ഡാമിലാണെങ്കിൽ കുറച്ച് യൂക്കാലിസ് മരങ്ങളുടെയൊക്കെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പോൾ നമുക്ക് അവിടെ ബോട്ടിങ് ചെയ്യാം. ടൈം ഓൾമോസ്റ്റ് 5 മണി കഴിഞ്ഞു. ഒന്ന് വേഗം പോയിട്ട് നമുക്ക് അവിടുത്തെ എന്താ സിറ്റുവേഷൻ. നമ്മളങ്ങനെ കുണ്ടല ഡാമിൻ്റെ മറ്റേ ഒരു ബോട്ടിംഗ് സെൻ്റർ ഉണ്ട്, ബോട്ടിംഗ് ക്ലബ്ബ് എന്നൊക്കെ പറയാം. അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞത്. വേണ്ട ആദ്യം നമുക്ക് പോയിട്ട് ഇങ്ങോട്ട് വരാം. ഇതിപ്പോൾ എപ്പോഴും അടയ്ക്കുന്ന അറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളങ്ങനെ അവസാനം കുണ്ടല ഡാമിൻ്റെ ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റേ ബോട്ടിംഗ് സെൻ്റർ എന്നൊക്കെ പറയും. ഇതാണ് സൺമൂൺ വാലി ബോട്ടിംഗ് സെൻ്റർ. അതപ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ടൊന്ന് അകത്തോട്ട് കയറുന്നുണ്ട്. കുണ്ടല ഡാമിൽ നമ്മുടെ ബോട്ടിങ് നടന്നില്ല. നമ്മൾ അവിടെ എത്തുമ്പോൾ കുറച്ച് വൈകിപ്പോയി. അവിടെ ബോട്ടിങ് 5 മണി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ 5:15. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളെന്തായാലും ബോട്ടിങ് ഇനി നാളേക്ക് നോക്കാം. ഇനി നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ ഇവർക്ക് ആദ്യം ചായ മേടിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും കൂടി പിടിച്ച് തന്നെ ഇടിക്കും. അപ്പോൾ എന്തായാലും ഈ
അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ മേടിച്ചു കൊടുത്തു. നമ്മൾ വേറെ എവിടെയെങ്കിലും സ്പോട്ട് പിടിക്കുന്നില്ല, നേരെ റൂമിലോട്ട് പോവുകയാണ്. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ടോപ്പ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഇനി അവിടെ രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ബാക്കി വിശേഷം നമുക്ക് നാളെ കാണാം. At school they said I had no style. I was dreaming to be those cool kids, but I kinda fucked up my whole teenage life.